കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ച് വളരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളൊരു പാരൻ്റാണ് കേട്ടോ ഞാനൊക്കെ അങ്ങനെയായിരുന്നു. മണ്ണിലും ചെളിയിലും ചേറിലും ഈ വെയിലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കറുത്ത് കരിവാളിച്ചിരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ യൂണിയനിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വെയിലത്തൊന്നും കയറില്ലല്ലോ. അപ്പോൾ എൻ്റെ വർഗീസ് സാറ് വന്നിട്ട് അന്ന് ഓണാഘോഷ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഞാൻ വെള്ളം കൊണ്ടുതരാം ഇത്തിരി കുടിക്ക്, കാരണം അത്രയും ടയേർഡായിട്ട് ഇരിക്കുകയാണ്, എന്നാലും വെയിലത്തൊന്നും കയറില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ഇനിയും ഏകദേശം ആ ഒരു രീതിയിലാട്ടെ, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ വലിഞ്ഞ് കയറും. ഒരു കോണിയുടെ മേലെ, ഇന്നലെ കോണിയുടെ മേലെ നിന്ന് പിടിച്ചിട്ട് വന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണ് തെറ്റിയ എങ്ങോട്ടാ ആൾ പോണേന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്നൊരു സൺഡേ ആണ്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഉണ്ടായ കോവയ്ക്കയും പാഷൻ ഫ്രൂട്ടും പേരയ്ക്കയും എല്ലാം കൂടി പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളതാണ് സൺഡേസിലെ പ്ലാൻ. പിന്നെ ചക്ക ഉണ്ടല്ലോ, അപ്പോൾ ചക്കക്കാലാണല്ലോ, ചക്ക വറക്കുക, ചക്കപ്പേരി, ചക്കവീല്, ചക്ക മുളകോശ്യം, എന്തൊക്കെ നമ്മുടെ കോവിഡ് സമയത്ത് ഞാൻ പറയായിരുന്നു ചേട്ടനോട്, കോവിഡ് സമയത്ത് ചക്ക കൊണ്ട് ഉണ്ടാക്കാത്ത വിഭവം ഉണ്ടായില്ല എന്ന്. ആ സമയത്തൊന്നും ചേട്ടനെ പരിചയമില്ലല്ലോ, ഞാൻ ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി എഡ് ഏകദേശം കമ്മീഷൻ്റെ സമയമാണ് കേട്ടോ. ചക്കക്കുരു ഷെയ്ക്ക്, ചക്കക്കുരു കൊണ്ടുള്ള അഭിഷേകം, എന്തൊക്കെ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ചക്ക മടലുകൊണ്ട് വരെ ഈവൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അന്നാണ് ആക്ച്വലി ഈ ഒരു യൂട്യൂബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഭയങ്കര റീച്ച് വന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നതേ, നമ്മൾ ഈ കുട്ടികളെ അടക്കി ഒതുക്കി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതൊന്നുമല്ല. അവർക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ആ ഒരു സമയത്ത് അവർ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോഴാണ് അവർക്ക് ഓരോന്നും ടച്ച് ചെയ്തും പിടിച്ചും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള സ്വയം ഒരു ബോധ്യം വരുള്ളൂ. നമ്മളത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ അവൻ നിൽക്കുന്നതേ ഒരു ചെറിയ കുഴിയുണ്ട് അവിടെയാണ്, പക്ഷെ അവൻ ഒരിക്കലും അങ്ങോട്ട് വീണിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനറിയാം, അവൻ എപ്പോഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യും ബാക്കിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ വളർന്നോളും. നമ്മൾ പോയി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് നോ 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 എന്ന് ഒരിക്കലും പറയരുത്. കാരണം അവർക്കൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും. അവർ ചിലപ്പോൾ തെറ്റായതായിരിക്കും ചെയ്യുന്നേ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുക പതുക്കെ. അങ്ങനെയൊക്കെ നൈതികൂട്ടം മണ്ണ് വരെ തലയ്ക്ക് ഇടുന്നുണ്ട്, കുളിച്ചിട്ടാണ് നിൽക്കുന്ന ആൾ, പക്ഷെ നമ്മളൊന്നും കൂടി കുളിപ്പിച്ചാൽ മതിയല്ലോ. മണ്ണ് വരെ തലയ്ക്ക് ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യട്ടെ. കാരണം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജാണിത്. അപ്പോൾ നമ്മൾ നോ പറയാൻ നിന്നാൽ അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരും. ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യിക്കുക. ഇതേപോലെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ നിസ്സാരമാണ്. നമ്മുടെ അടുത്ത് പുറത്തേക്കുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുക. എല്ലാം അല്ല കേട്ടോ, നോ പറയേണ്ടത് നോ പറയുക. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അടുത്ത് പുറത്തുള്ള പാർക്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോയി ഹാപ്പിയാക്കി സെറ്റാക്കി അവരെ എക്സ്പ്ലോർ ചെയ്തൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും അടിപൊളിയായിട്ട് വളരും, തിങ്കിങ് സ്കില്ലും സൂപ്പറായിരിക്കും.